നമുക്ക് കൊല്ലത്തേക്ക് പോകാം. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, കൊല്ലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എക്കാലത്തും ഇടതിന്റെ ഉറച്ച കോട്ടയാണ്. വലിയ ആശങ്കകൾ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ടാവാറില്ല. ഇക്കുറിയും അങ്ങനെ തന്നെയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് എത്രത്തോളം മികച്ച പ്രവർത്തനം അവിടെ UDF കാഴ്ചവെക്കാൻ കഴിഞ്ഞു? UDF പ്രതീക്ഷകൾ എന്തൊക്കെ? കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള 85 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 60 ഭരിക്കുന്നത് LDF ആണെന്ന് പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതിന്റെ ഒരു കോട്ട എന്ന് പറയുന്നത് വീണ്ടും വെളിവാകുന്ന ഒരു കാര്യം തന്നെയാണ്. കണക്കുകൾ എന്ന് പറയുന്നത് വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം സംശയമാണ്. കാരണം അത്രത്തോളം ഒരു കൃത്യമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് LDF മുന്നിലേക്ക് പോയിരിക്കുന്നത്. ആകെയുള്ള 1698 ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അത്രയും സീറ്റുകളാണുള്ളത്. അതിനുവേണ്ടിയുള്ള വോട്ടെടുപ്പാണ് കഴിഞ്ഞത്. അതിലാകെ ഉള്ള വോട്ടിംഗ് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ 70.35 ആയിരുന്നു. 16 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലാണ് ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്നത്. അവിടെ നിന്നും വളരെ വേഗത്തിൽ തന്നെ 8 മണിയോടുകൂടെ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ഫലങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും. കൃത്യമായ പ്രവർത്തനം തന്നെയാണ് 3 മുന്നണികളും നടത്തിയിരിക്കുന്നത്. LDF സംബന്ധിച്ച് നോക്കുമ്പോൾ നിലവിൽ 45 ഗ്രാമപഞ്ചായത്തുകൾ എന്നുള്ളത് 50 കടക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് അവരുടെ ഒരു ചിട്ടായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു കാര്യവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. UDF നിലവിലുള്ള ആ ഒരു 23 പഞ്ചായത്തുകളുണ്ട്. അത് ഉയർത്തി ഒരു 30 മുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യമുണ്ട്. BJP ശക്തമായി പ്രവർത്തിക്കുന്ന ഏകദേശം 5 പഞ്ചായത്തുകളുണ്ട്. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ടതുൾപ്പെടെയുള്ള 5 പഞ്ചായത്തുകൾ കൃത്യമായ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ബ്ലോക്കുകളിലേക്ക് വരുമ്പോഴും ബ്ലോക്കുകളിലും ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഒരു ആധിപത്യം തന്നെയാണ്. 11-ൽ 10 ഭരിക്കുന്നത് LDF തന്നെയാണ്. അവിടെയും ഒരു മാറ്റത്തിനുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. അവിടെയും BJP NDA സംബന്ധിച്ച് വലിയ സ്വാധീനമില്ല. തുടർന്ന് മുനിസിപ്പാലിറ്റികളിലേക്ക് വരുന്ന സമയത്ത് അതിൽ 4-ൽ 3 ഭരിക്കുന്നത് LDF തന്നെയാണ്. ഒരെണ്ണം പരവൂർ മാത്രം അവിടെ ഒരുപോലെയാണ് കക്ഷിനിരയെങ്കിൽ പോലും ടോസിലൂടെയാണ് മാറിയത്. കോർപ്പറേഷനിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ 56 സീറ്റുകളായിട്ട് ഉയർന്നിരിക്കുന്നു. അതൊരു പക്ഷേ 40 മുകളിൽ പോകുമെന്നൊക്കെയാണ് LDF പറയുന്നെങ്കിൽ പോലും അത് എത്രത്തോളം അവരുടെ ഒരു പ്രവർത്തനത്തിലൂടെ അത് കടക്കാൻ കഴിയും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. BJP എത്രത്തോളം സീറ്റ് പിടിക്കുന്നുള്ളത് പ്രധാനം തന്നെയാണ്. 2 അക്കം കടക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേതാക്കളൊക്കെ പറയുകയും ചെയ്യുന്നത്. UDF ആകട്ടെ 20 സീറ്റിൽ കുറയാതെ പിടിക്കുമെന്നുള്ള ഉറച്ചവരുടെ ഒരു കണക്കുകൂട്ടലുകയും ചെയ്യുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്ന സമയത്ത് 27 സീറ്റുകളായിട്ട് ഡിവിഷനുകളായിട്ട് ഉയർന്നിട്ടുണ്ട്. അതിൽ 3 മാത്രമാണ് നിലവിൽ UDF കൈവശമുള്ളത്. അതൊരു 2 അക്കം കടക്കാനുള്ള ലക്ഷ്യത്തെ പ്രവർത്തനത്തോടെയാണ് പോകുന്നത്. 16 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം കോർപ്പറേഷന്റെ വോട്ടെണ്ണൽ നടക്കുന്ന ഇവിടെയാണ്. ആദ്യ റൗണ്ടിൽ തന്നെ 16 ഡിവിഷനുകളുടെ ഫലം അറിയാം. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഫലം അറിയാൻ കഴിയും. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് കൊല്ലത്തെ കണക്ക് കൂട്ടൽ.